ഒരു ബാഹ്യമായ ഈശ്വരനെ അനുകൂലിച്ചാലും എതിർത്താലും, പൂജിച്ചാലും പൂജിച്ചില്ലെങ്കിലും പ്രാണൻ കടന്നു പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഏത് മതത്തിലായാലും അറിയാം. ഒരു മതം ഒരു തരത്തിൽ ഈശ്വരനെ വിശ്വസിക്കുന്നു, അതിൻ്റെ മഹത്വമൊക്കെ പറയുന്നു എന്നുള്ളതുകൊണ്ട് മറ്റൊരു മതം ഇവൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരനാൽ നശിപ്പിക്കപ്പെടുന്നില്ല ലോകത്തൊരിടത്തും. അതുകൊണ്ട് തന്നെ മതങ്ങൾ തട്ടിപ്പാണ്. ഒരു മതത്തിൽപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ മതത്തിലുള്ള എല്ലാ പേർക്കും ആയുർദൈർഘ്യം കിട്ടുന്നില്ല. അതുകൊണ്ട് മതം തട്ടിപ്പാണ്. ഒരു മതത്തിൽപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ മതത്തിൽപ്പെട്ടവരെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ല. ലോകത്തിലുള്ള എല്ലാ രോഗങ്ങളും എല്ലാ മതത്തിൽപ്പെടുമ്പോഴും മനുഷ്യനുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മതത്തിൽപ്പെട്ടതുകൊണ്ട് കുറേ പിരിവ് കൊടുക്കാമെന്നും അതിൽപ്പെട്ട് ഉന്നതനായാൽ കുറേ പിരിവ് വാങ്ങിക്കാമെന്നുമല്ലാതെ ആരോഗ്യരംഗത്ത് പ്രയോജനമില്ലാത്തിടത്തോളം മതങ്ങൾ അസംബന്ധങ്ങളാണ്. മതങ്ങൾ അസംബന്ധങ്ങളാണെങ്കിൽ ഈ വാദങ്ങളെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയത്തിനും നിങ്ങളുടെ ജാതികൾക്കും ചേരും. അവയുടെ കാര്യം അപ്പം കോലെ കുത്തിവെച്ച് കോലെല്ലി തിന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ കഥ പറയണ്ട എന്ന പ്രമാണത്തിൽ മനസ്സിലാക്കുക. അല്ലാതെ അതിനകത്ത് നിന്നുകൊണ്ട് പറഞ്ഞത് സത്യമാണല്ലോ എന്ന് ഓർക്കണ്ട. മതബോധനത്തിൻ്റെ ബാക്കി പത്രമോ പറഞ്ഞ് ഒരു മതത്തിനകത്ത് നിങ്ങൾ പെട്ടാൽ നിങ്ങളുടെ മാനസികാരോഗ്യം പോയി. നിങ്ങൾക്ക് മാനസികാരോഗ്യം തരാൻ അത് ശ്രദ്ധിച്ച് കേട്ടോളുക. നിങ്ങളൊരു മതത്തിലോ ഒരു കക്ഷിയിലോ ഒരു പ്രസ്ഥാനത്തിലോ പെട്ടാൽ നിങ്ങളുടെ വൈയക്തികമായ മാനസികാരോഗ്യം തകർന്നു. ഞാനൊരു ഹിന്ദു മതത്തിൻ്റെ വക്താവാണ്. എവിടെയോ കിടക്കുന്ന ഒരു സന്തോഷ് മാധവനെ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എൻ്റെ മതത്തോട് ഭരണാധികാരികളെതിരായി പെരുമാറിയിരിക്കുന്നു എന്ന ചിന്ത എന്നിൽ വരുന്ന നിമിഷം മുതൽ ഞാൻ മാനസിക രോഗിയാണ്. അതിൽ ഞാൻ പെട്ടതുകൊണ്ടാണ് ഞാൻ മാനസിക രോഗിയാകുന്നത്. ഒരു പള്ളിയിലച്ഛൻ തമ്മാടിത്തരം കാണിച്ചിരിക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. എൻ്റെ ഉറക്കം കെടുന്നു. അയാൾ ഇത് കാണിച്ചിട്ടും അയാൾക്ക് ഉറക്കം കെടാത്തപ്പോൾ എൻ്റെ ഉറക്കം കെടുന്നു. ഞാൻ അയാളുടെ കൂട്ടത്തിൽ പെട്ടതുകൊണ്ടാണ് എനിക്ക് മാനസികാരോഗ്യം പോകുന്നത്. പത്രമെടുത്ത് വായിച്ചപ്പോൾ എൻ്റെ ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് റിയാലിറ്റി ഷോയിൽ വേറൊരു ജാതിയിൽപ്പെട്ടൊരു പെൺകുട്ടി സമ്മാനവും വാങ്ങിച്ച് 2 കോടി രൂപയുമായി പോയിരിക്കുന്നു. അത് എൻ്റെ ഉറക്കം കെടുത്തുന്നു. ഞാൻ ആ ജാതിക്കാരനായതുകൊണ്ടാണ്. ആ പെട്ടുപോയവരൊക്കെ രോഗികളാണ്. നിങ്ങളുടെ കാര്യം പോക്കാണ്. അറിവ് എന്ന നിലയിലാണെങ്കിൽ ഏത് മതത്തിൽ നിങ്ങൾ പെട്ടാലും അത് ഉത്തമമാണ്. ധർമ്മത്തിലെ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞതാണ്. ഏത് മതത്തിൽ നിങ്ങൾ പെട്ടാലും, ഏത് ജാതിയിൽപ്പെട്ടാലും, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടാലും നിങ്ങൾ ശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാതെ ജീവിക്കില്ല. ശ്വാസം നിശ്വസനം എന്ന പ്രക്രിയ അത് കടന്നു പോകുമ്പോൾ നിങ്ങൾ അകത്തേക്ക് വലിച്ച വായു നിങ്ങളുടെ ശ്വാസകോശത്തിൽ വെച്ച് 2ആയി പിരിയും. ശ്വാസകോശം അവിടെ വെച്ച് 1000 പേരുടെ ശബ്ദങ്ങളുള്ള 1000 പേരുടെ ശബ്ദത്തിൻ്റെ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന, 1000 എന്ന് പറഞ്ഞാൽ കൃത്യ അല്ല, ലക്ഷോപലക്ഷം, അത്രയും പേരുടെ സ്പർശത്തിൻ്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞ, അത്രയും പേരുടെ രൂപവും രസവും ഗന്ധവും ഉൾക്കൊണ്ട പഞ്ചീകൃതമായ ഒരു ബഹിചരപ്രാണനാണ് നിങ്ങൾ നാസികയിലൂടെ വലിച്ചകത്ത് കയറ്റിയത്. സ്വാമി ഉജ്വസിച്ചതിൻ്റെ അംശം കലർന്ന, സ്വാമിജിയുടെ വാക്ക് പറന്നുപോയ, സ്വാമിജി നടന്നുപോയപ്പോൾ ദേഹത്ത് മുട്ടിയ, സ്വാമിജിയുടെ ശരീരത്തിൻ്റെ ഗന്ധത്തെ വഹിച്ചു കൊണ്ടുവരുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളോടുകൂടിയ ശ്വാസമായി ഇവിടെ നിന്ന് ഞാൻ അകത്തേക്ക് വലിച്ചത്. മനസ്സിലായില്ല? ഇതിനകത്തെ എത്ര പേർ നിശ്വസിച്ചു? ഇതിനകത്തെ എത്ര പേർ അധോവായുവിനെ വിട്ടു? മനസ്സിലായില്ല? അതൊക്കെ ഉണ്ടാവും ഞാനും നിങ്ങളും ശ്വസിച്ചതിനകത്ത്. അതിൻ്റെ സ്ഥൂലമായ ഭാവങ്ങളെ വേർതിരിച്ച് പുറത്താക്കി അതിൻ്റെ അകത്തുനിന്ന് പ്രാണവായുവിനെ മാത്രം എടുക്കുമ്പോഴും ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ അന്തരിന്ദ്രിയ ദൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ അണുക്കളെ വിഘടിപ്പിച്ച് മാറ്റാനാവില്ല ശരീരത്തിന്. മനസ്സിലായില്ല? അതോടുകൂടി ശ്വസിച്ച് അമൃതായ പ്രാണവായുവിനെ എൻ്റെ അംഗപ്രത്യംഗങ്ങളിലൂടെ പ്രാണവഹകളായ സ്രോതസ്സുകൾ വഴി എവിടെയെല്ലാം കൊണ്ടുപോകുന്നോ, എവിടെ എത്താതിരിക്കുന്നുവോ ആ അവയവങ്ങൾ
ഘടനാപരമായി വികലമാവുകയോ നശിക്കുകയോ മരിക്കുകയോ ചെയ്യും. മനസ്സിലായില്ല? ഇതെല്ലാ ജീവിയെ സംബന്ധിച്ചും സത്യമാണ്. ഇത് സനാതനമാണ്. സനാതനമായൊരു ധർമ്മമുണ്ട്. ഇതറിയാതെ ഞാനും അതിനകത്ത് പെട്ടതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും നടന്നെങ്കിൽ അവൻ മറ്റവനേക്കാൾ ഒട്ടും മെച്ചമല്ല. അവൻ്റെ സംഘടന മോശമാണെന്നും ഇതൊന്നും അറിയാതെ ഞാനിതിൽ പെട്ടതാണെന്ന് പറയുന്ന ഇവൻ്റെ സംഘടന മെച്ചമാണെന്നും പറയുന്നത് ചേർത്തലക്കാരുടെ മാതിരിയാണ്. രണ്ട് കാലിലും മന്തുള്ളവൻ രണ്ടും കുഴിച്ചിട്ടിട്ട് ഒറ്റക്കാലെ പോകുന്നവനെ മന്താന്ന് വിളിക്കുന്ന പോലെയാവും. വളരെ അപകടകരമായ കൾട്ടാണ് മറ്റതിനേക്കാളും ഒട്ടും മെച്ചമല്ല.